ഹലോ, അസ്സാം വലൈക്കും. നമ്മൾ ചെറിയൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുജറാത്തിൽ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. നോമ്പിൻ്റെ ഒരു 2-3 ഡേയ്സ് മുന്നായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈവനിങ്ങിനായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഒരു 10 o'clock എല്ലാം ആയപ്പോഴത്തേനും നമ്മളവിടെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു ഗുജറാത്തിൽ. പിന്നെ നമ്മൾ ഹോട്ടലിൽ അവിടെ റൂം എടുത്തിട്ട് നിന്ന് പിറ്റേന്ന് രാവിലെ എന്നിട്ടാ അതാ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ കയറിയപ്പോൾ എന്തെന്നറിയോ, അവിടുത്തെ ഓട്ടോയിൽ 2 സൈഡിലൂടെയും കീയാൻ പറ്റുന്നു, അതായത് ഇറങ്ങാൻ പറ്റുന്നിട്ടാ 2 ഭാഗം. പിന്നെ മെയിനായിട്ട് ഇതാ ടിക്ടോക്ക് ചായ, ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്താണ് കേട്ടോ. ഗുജറാത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ചായ വരുന്നത്. ഭയങ്കര വൈറലായിട്ടുള്ളൊരു ചായ എന്നിട്ടാ. അപ്പോൾ ടിക്ടോക്ക് ഇന്ത്യയിൽ ഉള്ള ടൈമിൽ ഈ ഒരു ചായ കുറേ ടിക്ടോക്ക് സ്റ്റാർ വന്നിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നെല്ലാം പറഞ്ഞിട്ട് അവർ അങ്ങനെ അതാ നമ്മൾ ആ ചായ കുടിക്കലാം. പിന്നെ വരുന്ന വരെ നമ്മൾ ആ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. എന്തോ ഒരു ഇലെല്ലാം ഇട്ടിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടിയിട്ട് ഉണ്ടാക്കുന്നില്ലേ, കറിയെല്ലാം ഉണ്ടാക്കുന്നത്, അതുപോലെയാണ് ഈ ഒരു ചായ ഉണ്ടാക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. നോക്കുന്ന നമ്മൾ ബിസിനസ് ആവശ്യത്തിന് പോയതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 8 മണി മുതൽ മാർക്കറ്റിലുണ്ടായിരിക്കും. നമ്മളെല്ലാം മാർക്കറ്റിലൊന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കലായിരുന്നു. പിന്നെ ബാക്കിയുള്ള ടൈമൊന്ന് റൂമിൽ വന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം ഇത് രാത്രി ഒരു ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ഫുഡ് എവിടെയെന്നും നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വെറൈറ്റി ഫുഡൊക്കെ ഒന്ന് തപ്പി നടക്കലായിരുന്നു പണി. സിംഗിൾ പീസ് ആയിട്ട് ഹോൾസെയിൽ മാർക്കറ്റിൽ കിട്ടൂല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ നല്ലൊരു മാർക്കറ്റ് അറിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. എന്ത് മാർക്കറ്റാണ്? ചൗട്ട ബസാർ. ചൗട്ട മാർക്കറ്റ്. ഫുഡ് ഹബ്ബ് കമാൻ कितना आएगा? 150 रुपये का आएगा. അങ്ങനെ ഞങ്ങൾ ബസ്സിന്റെ കടകളൊക്കെ തെരഞ്ഞ് അവസാനം ഫുഡങ്ങാടി എവിടെയെന്ന് ചോദിച്ചു അല്ലേ അല്ലേ അങ്ങനെ ഫുഡങ്ങാടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നല്ല ആൾക്കാരാണ് അല്ലേ, എന്നെ ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞത്. അങ്ങനെ ഫുഡങ്ങാടി കണ്ടുപിടിച്ച് നോക്കല്ല. ഇത്ര വലിയ ചട്ടിക്ക് എത്ര കൊടുത്തിട്ടുണ്ടാവും? പണികൾ കുറച്ച് ബാക്കിയുണ്ട്. ഞങ്ങൾ പറഞ്ഞ ആ ഗുജറാത്തി മട്ടൻ പൊറോട്ട കണ്ട ഇതിൽ മട്ടനല്ല, ബിസ്മില്ല. അമ്മ മജ മജ ട്രൈ ചെയ്യുന്നതായിരിക്കും അല്ലേ. നമ്മുടെ ഒരു പുതിയ സംരംഭം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് സമയം കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യും അല്ലേ. മട്ടൻ കലീജ്, മട്ടൻ ചാപ്പ് വേറെ സ്പെഷ്യൽ കാണിക്കുന്നത് മട്ടൻ ലിവർ. ओके कीमा क्या कलीज? हाँ लीवर कलीज विद मटन चाप. वो क्या बनाना है? मतलब ये मटन है, मटन की आती है. हाँ मटन का भेजा है, ये भेजा मटन का ही है, ये भेजा. हाँ हाँ ये बोटी ये है और उसका पेटी. हाँ हाँ മട്ടൻ്റെ പാലുണ്ടാക്കുന്ന സാധനമില്ല, അതുകൊണ്ട് ഇത് വേറെ ടൈപ്പ് സംഭവം അറിയാം. നമ്മുടെ നാട്ടിൽ പാവ് എന്ന് പറയും അല്ലേ. ഒരു ദിവസം എന്തൊക്കെയുണ്ട്. ഇത് പുളി അങ്ങനെ തിന്നാം. അച്ഛാ അങ്ങനെ ഇന്നത്തെ 2ാമത്തെ ഊഴം കഴിഞ്ഞ് ഇനി 3ാമത്തെ എന്താ വെച്ചാലും അപ്പൊ 2 ട്രൈ കഴിഞ്ഞ് ഇനി 3ാമത്തെ എന്തും നോക്കാം.
മൂന്നാമുള്ള പുതിയ സ്പോട്ട് കുറച്ച് ലൈറ്റേഴ്സ് AC കുറച്ച് നല്ല ബിസ്ലറി വെള്ളം പിന്നെ ഓൾക്ക് ഫിഷ് നല്ല ഫ്രഷ് ഫിഷ് ലൈവ് അടിച്ചത് നമുക്ക് ഫ്രഷ് ചിക്കൻ ലൈവ് അടിച്ചത് ഓക്കെ ഇപ്പം വരും അതെന്ന് ഇപ്പൊ അതിന്റെ ഫിഷിന് ഇങ്ങനെ ആക്കിയിട്ട് തന്നെ എന്താക്കിയാ इतना छोटा पीस लिया बड़ा पीस लेने के लिए बोल ഓള് തെരഞ്ഞെടുത്ത സാധനം ഇപ്പൊ കരയുകയാണ്. ഞാൻ അടിപൊളി പീസ് എടുത്തിട്ട് കൊടുത്തത് നോക്കല്ലേ കോലാക്കിട്ട് വെച്ച് അത് തുരിഞ്ഞല്ല എന്ത് കൊണ്ടു പീസ് ഉണ്ടല്ലോ അടിപൊളി സാധനമാണ്. ശ്രദ്ധിച്ചു കഴിക്കുക. എന്തോ ആക്കിനി ഗുജറാത്ത് മറാഠ രാവിലെ ഒച്ചല്ല വെങ്ക കാട്ടിയാൽ നാളെ കഴിക്കാൻ പറ്റില്ല. പിന്നെ ഗുജറാത്തിലാണ് പോയാലും ഉള്ളി തക്കാളി കിട്ടുന്നത്. ഇവിടെ ഒന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ട് ക്യാബേജും ക്യാബേജ് തന്നത് കളർ ഇട്ടത് ഇത് ക്യാബേജ് പച്ച ഇതിന്റെ കൂടെ നിൽക്കുന്നുണ്ടോ ഡെക്കറേഷൻ കൂടുതലാക്കണ്ട. ഗുജറാത്ത് അപ്പോൾ ഓള സാധനം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവൾ കഴിച്ചോളുണ്ട്. എൻ്റെ ഇപ്പം സ്പെഷ്യൽ സാധനം വരും. എൻ്റെ നമ്മളെ ഫസ്റ്റ് ചിക്കൻ തന്നില്ല ഇങ്ങനെ കുണ്ടിലിട്ട് എടുത്ത് ഫിഷ് തോറ്റുപോയി ചിക്കൻ. ഇവിടുത്തെ ഒരു പുതിയ സ്പെഷ്യാലിറ്റി ഞാൻ കാണിക്കാം. അങ്ങോട്ട് നോക്കൂ, നല്ല ചാക്കിൽ കാര്യമായ ഒരു ലോക്കൊക്കെ ഇട്ടിട്ട് ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരി തരി പോലും ആരും കൊണ്ടുപോയില്ല. അതിനകത്ത് എന്തായിരിക്കും? ചിലപ്പോൾ അരിയായിരിക്കും, ചിലപ്പോൾ ഇവിടെ വില കൂടിയ സാധനമായിരിക്കും, ചിലപ്പോൾ ഉള്ളിയാവാം, ചിലപ്പോൾ റൈസ് ആവാം. റൈസ് തോന്നും എന്താ വെച്ചാൽ റൈസ് തരുന്ന ഇത്രയാണ് ഇവര് അല്ലേ. റൈസിന് ഭയങ്കര വില കൂടുതലുണ്ട്. വലിയ കൂട്ട് ചെറുതല്ല. ഏത് കിണ്ണം കട്ടം കള്ളം വന്നെങ്കിൽ തൊടാൻ പറ്റൂല. ഗുജറാത്തിൽ ചായ കുടിക്കുന്ന രീതി ഞാൻ കാണിക്കാവുന്നതാണ്. എല്ലാവരും കുടിക്കുന്നത് ഇങ്ങനെ, അപ്പം ഞാൻ കുടിക്കല് ഓക്കെ. ഇങ്ങനെ വയ്ക്കുക, ഇതിങ്ങനെ വെക്കുക, ഇങ്ങനെ ഒരു കറക്കലുണ്ട് കറക്കുക. ഇങ്ങനെ ആൾക്കാർ കുടിക്കുന്നത് ഇങ്ങനെ കുടിക്കുക. അടിപൊളി. ഷുഗർ ഉണ്ടോ? ഗുജറാത്തിലെ ഓൾമോസ്റ്റ്